നമ്മളങ്ങനെ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിൽ എത്തിപ്പെട്ട് ആദ്യം തന്നെ കുറച്ച് ഫ്രൈസും വാട്ടറും വാങ്ങി നമ്മളെ ബോട്ടിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവിടെ വലുതും ചെറുതുമായ പലതരം ബോട്ടുണ്ടെങ്കിൽ നമ്മളെ ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിഡ് സൈസ് ബോട്ട് തന്നെ പറയാം. ഉള്ളിക്കാരി നോക്കുമ്പോൾ ഇരിക്കാൻ നല്ല വിശാലമായ സീറ്റുകൾ. കുറച്ച് സമയം ബോട്ടിന്റെ ഉള്ളിലിരുന്ന് നോക്കി ബോറടിച്ചപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവസാനം നമ്മളെ ബോട്ട് കരയിൽ നിന്നും സാവധാനം പുറപ്പെട്ടു. ബോട്ടിൽ ഇങ്ങനെ ഇരുന്ന് പുറത്തത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ നല്ല അടിപൊളി വൈബാണ്. നമ്മളെ ബോട്ട് പോകുന്ന വഴിക്ക് പലതരം ചെറിയ വാട്ടർഫാൾസിന്റെ അടുത്തോട്ടാണ് പോയത്. അതൊക്കെ കാണാൻ നല്ല അതിമനോഹരമായിരുന്നു. ബോട്ട് കടലിനെ സമീപിക്കാൻ പോകുന്നു. അപ്പോഴേക്ക് നമ്മളെ ബോട്ട് കാറ്റിൽ ആടി ഒലയാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് കുറച്ച് സീലിനെ കാണാൻ ഇടയായി. മൂപ്പറെല്ലാം നല്ല ഉറക്കത്തിലാ. അപ്പോഴേക്ക് നമ്മളെ മെയിൻ സ്പോട്ടിൽ എത്തിപ്പെട്ട് നമ്മളെ റീൽസിലൊക്കെ കണ്ട് വൈറലായ വെള്ളച്ചാട്ടം. എന്റെ മോനെ, നമ്മളെ ബോട്ട് ഇതിന്റെ അടുത്ത് എത്തുമ്പോഴുള്ള ഫീല് വേറെ തന്നെയാണ്. നമ്മളെ ലൈഫിൽ ഒരിക്കലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടക്കാച്ചി സംഭവം തന്നെ ഇത്. കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പോഴേക്കും നമ്മളെ ബോട്ട് അവിടുന്ന് തിരിച്ചിന്. അപ്പോഴേക്കും നമ്മളെ ഡ്രസ്സ് മൊത്തം വെള്ളത്തിൽ നനഞ്ഞ് പൊതിർന്നിന്. അതിനുശേഷം നമ്മൾ നേരെ പോയി നല്ല ചൂട് കാപ്പിയും അതിന്റെ ഒപ്പം കഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് അങ്ങനെ കോഫിയും ബിസ്ക്കറ്റും കഴിച്ച് പുറത്തത്തെ കാഴ്ചകളും കണ്ട് നേരെ തിരിച്ച് കരയിലേക്ക്.